അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DNA മോളിക്യൂളിനെ കുറിച്ചാണ്. നമ്മൾ DNA കുറിച്ചും DNA റിപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, DNA ഫിംഗർ പ്രിന്റ് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് DNA മോളിക്യൂൾ, ഒരു DNA മോളിക്യൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളതെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഒരു DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പോളി ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് കുറേ അധികം യൂണിറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ള ഒരു സാധനം എന്നർത്ഥം. കുറേയധികം വ്യത്യസ്ത യൂണിറ്റുകൾ കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ടുള്ള സാധനം എന്നാണ് പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാലുള്ള ഉദ്ദേശം. ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന വ്യത്യസ്ത യൂണിറ്റുകൾ വെച്ചിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു നൈട്രജനസ് ബേസ് ഉണ്ടാവും, ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റും ഉണ്ടാവും. 3 കാര്യങ്ങളാണ് ഉണ്ടാവുക ഓരോ യൂണിറ്റിലും. ഒന്ന് നൈട്രജനസ് ബേസ്, മറ്റൊന്ന് ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ, മറ്റൊന്ന് ഫോസ്ഫേറ്റും. ഈ നൈട്രജനസ് ബേസ് 4 രീതിയിലുണ്ട്. ഒന്ന് അഡിനൈൻ, മറ്റൊന്ന് ഗ്വാനൈൻ, തൈമൈൻ ആൻഡ് സൈറ്റോസൈൻ. ഇങ്ങനെ 4 വ്യത്യസ്ത രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ 4 വ്യത്യസ്ത ന്യൂക്ലിയോടൈഡുകൾ ഒരു DNA മോളിക്യൂൾ ഉണ്ടാവും. ഈ ഓരോ നൈട്രജനസ് ബേസിനനുസരിച്ച് 4 വ്യത്യസ്ത ന്യൂക്ലിയോടൈഡ് ഒരു DNA മോളിക്യൂളിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള വ്യത്യസ്ത ന്യൂക്ലിയോടൈഡുകളുടെ കോമ്പിനേഷനാണ് ഒരു DNA ഒരു സെഗ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, വ്യത്യസ്ത ജീനുകളിൽ ആയിട്ട് ഒരു DNA സെഗ്മെൻറ്റ് ഫോം ചെയ്യുന്ന ഈ വ്യത്യസ്ത ന്യൂക്ലിയോടൈഡുകൾ ഇത് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത അളവിൽ ഈ വ്യത്യസ്ത ബേസുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുമ്പോഴാണ് വ്യത്യസ്ത DNA മോളിക്യൂളുകൾ ഉണ്ടാകുന്നത്. ഒരു DNA മോളിക്യൂളിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഹെലിക്സ് കണ്ടെയ്നിങ് 2 പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സ്. ഇതാണ് നമുക്ക് ആ രീതി സ്ട്രക്ചർ. ഇതാണ് ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ. ഹെലിക്സ് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞെന്നൊക്കെ അർത്ഥമാണ് വരിക. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതൊന്ന്, അതേപോലെ ഇത് മറ്റൊന്ന്, ഇങ്ങനെ 2 ഹെലിക്സുകൾ ഉണ്ടാവും. അത് ന്യൂക്ലിയോടൈഡ് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ട്രാൻഡുകളും ഉണ്ടാവും. ഈ ഒരു സ്ട്രക്ചറാണ് DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഇത് കണ്ടില്ലേ, ഒരു DNA മോളിക്യൂളിന് പ്രധാനമായിട്ട് 2 ഹെലിക്സുകൾ ഉണ്ടാവും. അതോടൊപ്പം വ്യത്യസ്ത സ്ട്രാൻഡ്സും അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള വ്യത്യസ്ത സ്ട്രാൻഡ്സുകളും ഉണ്ടാവും. ഡബിൾ ഹെലിക്സ് കണ്ടെയ്നിങ് 2 പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സ്. ഇനി DNA റെപ്ലിക്കേഷൻ എന്താണെന്ന് പറയുന്നത്, സെൽ ഡിവിഷൻ നടക്കുക, ഒരു സിംഗിൾ സെല്ല് 2 ഐഡൻറ്റിക്കൽ സെല്ലുകളായി മാറും. ഓക്കെ, അങ്ങനെ മാറുന്ന സമയത്ത് പിന്നെ ഒരേ ക്രോമസോമുകളായിക്കൊണ്ടാവാം, ഒരേ എണ്ണം ക്രോമസോമുകളായിട്ടുണ്ടാവുക. ഓക്കെ, ഒരേ എണ്ണം ഒരേപോലുള്ള ഐഡൻറ്റിക്കൽ ക്രോമസോമുകളായിട്ട് ഒരു ന്യൂക്ലിയസ് 2 എണ്ണമായിട്ട് സെപ്പറേറ്റ് ആവും. ഒരു ഡ്യൂപ്ലിക്കേറ്റ് നടത്താം, നമ്മൾ ഫോട്ടോ കോപ്പി ഒക്കെ കൊടുക്കൂലേ, അതേപോലത്തെ ഒരു സംഭവമായി മാറും. ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവും, ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ആവും. ഒന്നിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ മറ്റേ സെല്ലിൽ നടത്താം. അപ്പോൾ ഒരു സെൽ ഡിവിഷന് മുമ്പായിട്ട് എല്ലാ ക്രോമസോമിലും 2 ക്രൊമാറ്റിഡ്സ് വേണം. ഓക്കെ, ഒരേ DNA മോളിക്യൂളുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 ക്രൊമാറ്റിഡ്സ് ആദ്യം തന്നെ നിർമ്മിച്ചു വെക്കണം. എന്നാലേ സെൽ ഡിവിഷൻ പോസിബിൾ ആവുള്ളൂ. കാരണം രണ്ടും എന്താവണം, ഐഡൻറ്റിക്കൽ ആവണം. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് DNA ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷനിലൂടെയാണ്. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ തന്നെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരു DNAൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു DNA ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ സെല്ല് 2ആയി ഡിവൈഡ് ചെയ്യും. ഈ ഡ്യൂപ്ലിക്കേറ്റ് DNA മറ്റേതിലേക്ക് പോകും. പ്രധാനമായിട്ട് ഉള്ള ചില സ്റ്റെപ്സ് ഉണ്ട് DNA ഡ്യൂപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാന സ്റ്റെപ്സ്. ഒന്ന്, ദ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾ അൺവിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർട്ടൈൻ എൻസൈം ടു എക്സ്പോസ് 2 സ്ട്രാൻഡ്സ് ഓഫ് DNA. നമ്മൾ പറഞ്ഞു ഈ ഡബിൾ സ്ട്രാൻഡാണ് അല്ലേ, ഡബിൾ ഹെലിക്സ് ആണ്, അത് ഒരു സ്ട്രാൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതങ്ങ് സെപ്പറേറ്റ് ചെയ്യും, രണ്ടും വേറെ വേറെ ആയിട്ട് മാറും ഫസ്റ്റ്. ഇനി അതിനുശേഷം DNA പോളിമറൈസ് എൻസൈം, ഒരു എൻസൈമിൻ്റെ പേരാണ് DNA പോളിമറൈസ് എൻസൈം, കാറ്റലൈസസ് ദി ഫോർമേഷൻ ഓഫ് എ ന്യൂ ഡോട്ടർ സ്ട്രാൻഡ് which can form a double helix with 1 strand of parent DNA molecule. അപ്പോൾ ഒന്ന് നമ്മൾ 2 ഹെലിക്സുകൾ ഡബിൾ ഹെലിക്സ് സിംഗിളായി മാറി ആ സിംഗിൾ ഹെലിക്സിനോട് കൂടെ പുതിയ ഒരു DNA മോളിക്യൂള് അറ്റാച്ച് ചെയ്യും.
ഓക്കെ, പുതിയൊരു സ്ട്രാൻഡ് കൂടെ അറ്റാച്ച് ചെയ്യും, വേറൊരു സ്ട്രാൻഡ് ജനറേറ്റ് ചെയ്ത് അതിനോടുകൂടെ അറ്റാച്ച് ചെയ്യും. അതിനുശേഷം the two identical DNA molecules then become two chromatids which remain attached by a centromere. അതിനുശേഷം ഈ ഡബിൾ ഹെലിക്സ് സിംഗിൾ ഹെലിക്സ് ആയി മാറും. എന്നിട്ട് ഓരോ സിംഗിൾ ഹെലിക്സിനോടും കൂടെ അതേ രീതിയിലുള്ള മറ്റൊരു ഹെലിക്സ് അറ്റാച്ച് ചെയ്യപ്പെടും. എന്നിട്ട് അത് വീണ്ടും ഡബിൾ ഹെലിക്സ് ആയിട്ട് മാറും. ഇതാണ് DNA ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ആ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് DNA രണ്ട് സെല്ലിന് രണ്ട് പാർട്ടിലേക്കായിട്ട് മാറും. Upon DNA replication, each chromosome contains two identical molecules of DNA housed in its two chromatids. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ രണ്ട് ക്രോമാറ്റിഡ്സും സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, രണ്ട് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യപ്പെടും. രണ്ടും ഓരോ ഡോട്ടർ സെല്ലുകളിലേക്ക് പോകും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചതും ഒറിജിനലും രണ്ടും ഓരോ ഡോട്ടർ സെല്ല്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാവാണ്. അതേപോലെ തന്നെ ഈ DNA കോപ്പി എടുത്തിട്ട് രണ്ട് DNA മോളിക്യൂളായി മാറിയിട്ടുണ്ടാവും. അത് രണ്ടിലേക്ക് പോകും. ഓക്കെ, ഇത്രയാണ് സാധാരണഗതിയിൽ DNA ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പുകളാണ്. നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളുണ്ടാകുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചാണ് കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുക. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓരോ ആളുകളും ജനിച്ചിട്ടുള്ളത് നമ്മളെ പാരൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ടാണ്. ഈ പാരൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പുകളുടെ കോമ്പിനേഷൻ നിന്നാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. 4 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത്: എ ബി ആൻഡ് ഒ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മളൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ ഒന്നായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ജീനുകൾ, ആ ജീനുകൾ പ്രധാനമായിട്ട് 3 ജീനുകളാണ്. IA, IB ആൻഡ് I. നമ്മുടെ സെക്സ് ക്രോമസോം നമ്മൾ പറഞ്ഞില്ലേ, XY എന്ന്. അതേപോലെ IA, IB ആൻഡ് I. ഈ 3 ഇതിൽ നിന്നാണ് ഈ മൊത്തം ബ്ലഡ് ഗ്രൂപ്പുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മുകളിൽ നമ്മൾ പറയാം IA, IB ആൻഡ് I. ഇതിലേതെങ്കിലും 2 എണ്ണം കൊണ്ടാണ് ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യപ്പെടുക. ഒന്ന് പാരൻറ്റിൽ നിന്ന്, ഒന്ന് അച്ഛനിൽ നിന്നും, ഒന്ന് അമ്മയിൽ നിന്നും ലഭിച്ച ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നുകൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുക. അപ്പോൾ IA ഓർ IAI, അതായത് അച്ഛനിൽ നിന്ന് IA കിട്ടി, അമ്മയിൽ നിന്ന് IA കിട്ടി, അല്ല അച്ഛനിൽ നിന്ന് IA കിട്ടി, അമ്മയിൽ നിന്ന് I കിട്ടി, ഇങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. അതായത് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് IA അല്ലെങ്കിൽ IAI. ഇതാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A ആകും. ഇനി IB അല്ലെങ്കിൽ IBI, ഇതാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. IAIB ആണെങ്കിൽ AB ആയിരിക്കും. II ആണെങ്കിൽ O ആയിരിക്കും. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിന്ന്, ഈ 3 ജീനിൽ നിന്ന് IA, IB, I, ഈ 3 ജീനിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ രീതിയിലാണ് വരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ചിലതിൽ IIB ഡൊമിനൻ്റ് ആയിരിക്കും, I റെസസീവ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡൊമിനൻ്റ് ട്രൈറ്റും റെസസീവ് ട്രൈറ്റും പറഞ്ഞല്ലോ, അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ അതിനനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ള ഇതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അതിലേതാണോ ഡൊമിനൻ്റ്, ഏതാണ് റെസസീവ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് ഇത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് പോസിറ്റീവാണ്, നെഗറ്റീവ് കുറവായിരിക്കും. കാരണം ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവിനേക്കാൾ ഡൊമിനൻ്റ് ആണ്. RH നെഗറ്റീവ് എന്ന് പറയുന്നത് റെസസീവും RH പോസിറ്റീവ് എന്ന് പറയുന്നത് ഡൊമിനൻറ്റുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സാധാരണഗതിയിൽ വരാറുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അറിയാലോ, നമുക്ക് എന്തെങ്കിലും വല്ല ആക്സിഡൻറ്റോ മറ്റൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് കുറേ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയന്തരമായിട്ട് ബ്ലഡ് കയറ്റേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ശരീരത്തേക്ക് കയറ്റുന്ന ബ്ലഡും നമ്മളെ ബോഡിയിലുള്ള ബ്ലഡും തമ്മിൽ സ്യൂട്ടബിൾ ആവണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ
ഓൾറെഡി നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞു വെക്കണം. എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് എ അല്ലെങ്കിൽ എ ബി ഈ 2 ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്കും ബ്ലഡ് കൊടുക്കാം. എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. എ ബിക്കാണെങ്കിൽ ആരിൽ നിന്നും സ്വീകരിക്കാം? എ ബിക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം, പക്ഷേ എക്കും എ ബിക്കും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി O can receive blood only from O but donate blood to all 4 groups. എ ബിക്ക് എന്ത് ചെയ്യാം? ആരിൽ നിന്നും സ്വീകരിക്കാം. അതേസമയം ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഏറ്റവും സുരക്ഷിതമായ അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിളായ ബ്ലഡ് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ബിക്കും എ ബിക്കും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറാണ്, അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറും എ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റുമാണ്. അപ്പോൾ ഓക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എ ബിക്ക് എ ബിയിൽ നിന്ന് ആരിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. ഇത്രയാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.